ഹലോ ഗായ്സ്, വെൽക്കം ടു റെജീസ് വേൾഡ്. സോ ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങിലെ കുറച്ച് പേരെല്ലാം കൂടി അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് മണിമലയിലാണ്. അപ്പോൾ മണിമലയിലൊരു ബേക്കറി പോയിട്ട് അവിടെ ഒരു 1/2 കിലോയുടെ ഒരു കേക്കും വാങ്ങിച്ച് അവളുടെ വീട്ടിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നന്ദന എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ മണിമല വന്നിട്ടുണ്ട്. ഇതാണ് നന്ദന, അത് വെറും പട്ടിഷയാണ്. ഞങ്ങളവിടെ വേറൊരു അടുത്ത ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അടുത്ത ആൾ രംഗപ്രവേശനമായി. ഇത് മോളൂസ് ഞങ്ങൾ വിളിക്കും. മരിയ എന്ന് തന്നെയാണ് പേര്. എൻ്റെ പേര് മരിയ, അവളുടെ പേര് മരിയ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ 3 മരിയന്മാരാണ് കേട്ടോ. വളരെ പോപ്പുലറായിട്ടുള്ളൊരു പേരാണത്. അപ്പം കുറേ ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ നാൾ കൂടിയാണ് ഞങ്ങളെല്ലാവരോടും ഒന്ന് കാണുന്നത്. ഓക്കെ, ഇത് അവളുടെ വീട്ടിൽ ഞങ്ങൾ കേക്കെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടുന്ന് കവറെല്ലാം കളഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന പരിപാടിയാണ്. അവളുടെ വീട് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പം അതിൻ്റെ കോമ്പൗണ്ട് ഇച്ചിരി ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ കുനിഞ്ഞിരുന്നൊക്കെ വേണം പോകാനായിട്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് കുനിഞ്ഞിരുന്നിരുന്ന് അവിടെ വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ അപ്പയും അനിയനും പുറത്തിരിപ്പുണ്ട്. അപ്പോൾ വേഗം അവളെ വിളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും അപ്പം മിണ്ടല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചപ്പലൊക്കെ കയറി എങ്ങോട്ടൊക്കെയോ വലിച്ചെറിഞ്ഞ് നിന്ന് നേരെ ചെന്ന് അവളുടെ അടുത്ത് പോയി നിന്നു. എന്നിട്ട് ആള് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ഫൈനും കാര്യങ്ങളും അവൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പം അവൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ മോളൂസിൻ്റെ വീട്ടിൽ അവൾ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും അവളുടെ അമ്മ വിളിച്ച് പറഞ്ഞു അവൾ ഭയങ്കര ഉറക്കാന്നൊക്കെ. ആൻറ്റിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നന്നായി വിളിച്ച് ഭയങ്കര ഉറക്കാന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ വരെ വന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് പോയി. കുഞ്ഞൊക്കെ നടന്നല്ലേ, ക്ഷീണിച്ചു ഞങ്ങൾ. അയ്യോ, എന്തൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. ആൾക്ക് 17 വയസ്സായിട്ടേ ഉള്ളൂ. പാവം കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ ഇതാണ് അവൾ ബർത്ത്ഡേകൾ നല്ല ചപ്രി കോലത്ത് നിൽക്കുകയാണ് അവൾ. അപ്പോൾ ഞങ്ങൾ മണമലയിൽ പോയി ആ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതാണ് മോളൂസ്. അപ്പോൾ അവൾ ലൈറ്റ് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവണം. അപ്പം ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ്, അടുത്ത ഫ്രണ്ടാണ് റിച്ച എന്ന് പറഞ്ഞിട്ട്. അവൾ ഒരു ഹോളി കമ്മ്യൂണിന് പോയതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ വേറൊരാളോടുണ്ട്, വേറെ 2 പേരോടുണ്ട്. അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ബർത്ത്ഡേക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവളിങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയി. ക്യാൻഡിലൊക്കെ ഊതി ആൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അച്ചയ്ക്ക് ആദ്യമേ കൊടുത്ത അനിയനാണ്. അച്ചയോട് വരാൻ പറഞ്ഞ് അനിയൻ ആദ്യം കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം അനിയന് കൊടുത്തു. പിന്നെ എനിക്ക് തന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് വീഡിയോ എടുക്കാനായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്നിട്ട് അനിയന് കൊടുത്തു. അനിയനൊക്കെ ഇങ്ങനെ വായ വിളിച്ചിരിക്കുക. അവരൊന്നും പ്രതീക്ഷിക്കാത്തൊരു വരവായിപ്പോയി ഞങ്ങൾ. അപ്പം എന്നിട്ട് എനിക്ക് തന്നു. പിന്നെ മോളൂസിനും നന്ദനയ്ക്കും ഒക്കെ അങ്ങ് കൊടുത്ത്. അങ്ങനെ നമ്മുടെ പ്ലാൻ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട്. റിച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവൾ വായും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് വളരെ ഹാപ്പി. അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. പിന്നെ അതായത് നമ്മുടെ സ്ഥിരം പരിപാടി മോന്തയ്ക്ക് തേക്കലായിരുന്നു. അത് എൻ്റെയും കൂടെ കൂട്ടി നമ്മൾ വരെ തേച്ചിട്ടുണ്ട്. അപ്പോൾ തേച്ച് വഴിക്ക് ചിലർക്ക് താഴെ പോയപ്പോൾ അവൾ പിന്നെ പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. എൻ്റെ കൂടെ തേച്ചോളാൻ അതൊക്കെ താഴെ എന്തൊരു സാധനമാണ്. കേട്ടില്ല ഗൈസ്, എന്തൊരു ക്രൂരയാണ് അവൾ. എന്നിട്ട് മുഖമൊക്കെ കുറേ തേച്ച് കഴിഞ്ഞിട്ട് താങ്ക് യു ഫോർ ദ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിഞ്ഞ് മുഖം കഴുകാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ആ മഹാബലി ഞങ്ങളെ കൊണ്ട് അവിടെ മൊത്തം തുടപ്പിച്ചു. അവൾ തുടപ്പിച്ചല്ല കേട്ടോ, ഞങ്ങൾ തന്നെ വെറുതെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെറുതെ ചവിടി തേക്കണ്ടോ എന്ന് ഓർത്ത് ഞങ്ങൾ തന്നെ തുടച്ചതാണ്. അവളൊരു പാവമാണ്. അത്ര അത് പാവമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവൾ ക്ഷീണിച്ച് തന്ന് ഞങ്ങൾക്ക് അവൾ മണമുള്ള വോഡ്ക തന്നു ഗൈസ്. അതായത് വെറും പച്ചവെള്ളം, സബ്സിയുടെ ശുദ്ധപാനി, വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, വെറും പച്ചവെള്ളം മാത്രം തന്നു, തണുത്ത വെള്ളം. അപ്പോൾ അവിടുത്തെ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോട്ടയത്തൊക്കെ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ മാത്രമേ പിടിച്ചേക്കാൻ പറ്റും. എന്താ ചിരി. സ്റ്റോറി ഇട്ട കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്സ് ആകുമ്പോൾ വളരെ നല്ല ഫോട്ടോസ് മാത്രമേ ഇടാറുള്ളൂ. ഊഹിക്കാമല്ലോ. അതാണ് ഞങ്ങൾ വളരെ നല്ല ഫോട്ടോസ് മാത്രം ഇട്ടുകൊണ്ടുള്ള ആ ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവളെ എല്ലാ കൂതറ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ചങ്കത്ത് തന്നെ ചാവാൻ വരെ കുട്ടി തീരുമാനിച്ചിരിക്കണം. എന്താ ചെയ്യാനാ, ഫ്രണ്ട്സായി പോയില്ലേ, ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങൾ ചെയ്യണമല്ലോ, എങ്ങനെ ഊക്കി വിടാന്നുള്ളത്. എന്നിട്ട് കണ്ട വീഡിയോസും അവളുടെ പാട്ടും എല്ലാം ഞങ്ങളെടുത്ത് സ്റ്റോറിയും വീഡിയോ ഒക്കെ ആക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. അവളെ നാറ്റിക്കാൻ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ നാറ്റിച്ച് വെച്ചിട്ടുണ്ട്. ആളുടെ ഇൻസ്റ്റാഗ്രാമിന് ചെറിയൊരു പ്രശ്നം വന്നു. ഞങ്ങൾ ടൂറിന് പോയപ്പം
അവളുടെ നേരത്തെ കണ്ട ഫോണിൽ കണ്ട റിച്ചയുടെ അനിയത്തിക്ക് വാങ്ങിച്ച സാധനം ഇട്ടിട്ട് അമ്മയ്ക്ക് പാടുന്ന സാധനമാണെന്ന്. പിന്നെ ഞങ്ങൾ അവളുടെ റൂമിൽ പോയിട്ട് അവളുടെ ആദ്യ കുർബാനയുടെ ഫോട്ടോ കണ്ടിട്ട് അന്നേ നീ ഇത്രയും ഓൾറെഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കാണുന്നത്. അതിനകത്ത് പക്ക അവളുടെ അനിയനെ പോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടില്ല ഒരു കുഞ്ഞേർക്കൻ, അതാണ് അവളുടെ അനിയനാണ്. എക്സ്ക്യൂസ് മീ മദാമായി വാക്ക് കണ്ടിട്ടല്ലേ കാണിക്കാൻ. എന്നിട്ട് ഞങ്ങൾ കുറേ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ചാച്ചോടും ടാറ്റ പറഞ്ഞു, അനിയനോടും ടാറ്റ പറഞ്ഞു, അവളോടും ടാറ്റ പറഞ്ഞു. എന്നിട്ട് അവളുടെ ഒരു പ്രത്യേകപ്പെട്ട ഫോട്ടോ ഒരു വീഡിയോ ഇടാൻ വേണ്ടി തന്നത് അവളുടെ അനിയനാണ്. അപ്പോൾ അതിനുള്ള നന്ദി പ്രകടനം അവൾ കൈകൊണ്ട് അനിയനെ കൊടുത്തു. എന്നിട്ട് അവൻ ഇപ്പോൾ ഏതപ്പാ കോതമംഗലം പറഞ്ഞ് നടക്കാനാണ്. എന്നിട്ട് ഞങ്ങളൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് പാവൻകുട്ടി 17ാമത്തെ ബർത്ത്ഡേ ഞങ്ങളെല്ലാം കൂടെ ആക്കി കുളമാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ടാറ്റ എല്ലാം കൊടുത്തിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ കുറേ സംസാരിച്ച് കവലയിലോട്ട് പോകാനായിട്ട് കുറച്ച് നടക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ സംസാരിച്ച് നടന്ന് കവല വരെ എത്തി. മോളൂസ് പകുതിയായപ്പം നേരത്തെ കണ്ട ജോലികൾ അവളങ്ങ് പോയി. എന്നിട്ട് ഞങ്ങൾ കുറേ ചിലവല വർത്താനം പറഞ്ഞ് ഞങ്ങളൊക്കെ കവലയിലെത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബസ് വന്നു. സൂര്യ എന്ന് പറഞ്ഞൊരു ബസ്. അവൾ മണമല അവൾക്ക് പൈക വരെ പോകേണ്ടതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീർത്തിട്ടങ്ങ് പോയത്. അങ്ങേ അറ്റത്തുനിന്ന് സൂര്യയുടെ ബസ് വരുന്നുണ്ട്, പക്ഷേ ബസ് വരുന്നത് മാത്രം കാണത്തില്ല, അടുത്തെങ്ങാണ്ട് വന്നപ്പോൾ കാണാറുണ്ട്. എന്നിട്ട് അവൾക്ക് ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് കയറ്റി വിട്ടിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഒന്നുമില്ലല്ലോ സുഹൃത്തല്ലേ, അവളെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. എന്നിട്ട് ഞാൻ അവളെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് അവൾ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നു. എന്നിട്ട് ഞാൻ വളരെ കൃതാർത്ഥയായി അവിടുന്ന് വീട് വരെ നടന്നു. എൻ്റെ അടുത്ത് തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. സോ സീ യു നെക്സ്റ്റ് ടൈം. ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.